ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിനിഫ്ലിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ഏറ്റവും വലിയ ഡയറക്ടറും ഏറ്റവും മികച്ചതും താരമൂല്യമുള്ള നടനുമായ മോഹൻലാലും ഒന്നിച്ച് ഇറങ്ങിയ സിനിമയായിരുന്നു എമ്പുരാൻ. ഏറെ വിവാദങ്ങളും അതോടൊപ്പം മിക്സഡ് റിവ്യൂസും ലഭിച്ച ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വമ്പൻ റെക്കോർഡ്സാണ് സൃഷ്ടിച്ചത്. എന്നിരുന്നാലും ലൂസിഫറിൽ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ എമ്പുരാൻ എന്ന സിനിമ കണ്ടപ്പോൾ പലർക്കും ലഭിച്ചില്ല. അതിന് അനേകം കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണത്തെപ്പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കുവാൻ പോകുന്നത്. എമ്പുരാൻ സിനിമയിൽ ലാലേട്ടനും പൃഥ്വിരാജും കഴിഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കഥാപാത്രം ടൊവിനോ തോമസ് അവതരിപ്പിച്ച ജതിൻ രാംദാസ് എന്ന കഥാപാത്രമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ലൂസിഫർ സിനിമയിൽ ജതിൻ രാംദാസിന് കിട്ടിയ കയ്യടികളാണ്. ദൈവപുത്രൻ എന്ന വിശേഷണം നൽകിയാണ് ടൊവിനോ തോമസിനെ ഈ ഒരു സിനിമയിൽ അവതരിപ്പിച്ചത്. ഇൻ്റർവെല്ലിന് തൊട്ടു മുൻപുള്ള ഒരു സീനായിരുന്നു ഇത്. ശേഷം ടൊവിനോ തോമസിൻ്റെ ഒരു കിടിലൻ പ്രസംഗവും ആരാധകരെ ആവേശത്തിലാക്കിയിരുന്നു. എനിക്ക് മുണ്ടെടുക്കാനും അറിയാം, വേണ്ടി വന്നാൽ അത് മടക്കി കുത്താനും അറിയാം. എനിക്ക് മലയാളം സംസാരിക്കാനും അറിയാം, വേണ്ടി വന്നാൽ 4 തെറി പറയാനും അറിയാം എന്ന ജതിൻ രാംദാസിൻ്റെ പ്രസംഗം ഇപ്പോഴും ഒരു ആവേശമാണ്. ലൂസിഫറിൽ തന്നെ ഞാൻ എൻ്റെ ചേട്ടനെ വിളിച്ചിട്ടാണ് വന്നത് എന്ന ഡയലോഗ് പറയുമ്പോൾ ജതിൻ രാംദാസും ഖുറേഷി എബ്രാഹിമും തമ്മിൽ അത്രയ്ക്ക് ആത്മബന്ധമാണെന്നാണ് പാവം ആരാധകർ കരുതിയത്. എന്നാൽ എമ്പുരാനിലേക്ക് വരുമ്പോൾ ഇവർ തമ്മിൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ല. ഈ ഒരു കഥാപാത്രം എമ്പുരാനിൽ നിരാശപ്പെടുത്തുവാനുള്ള മറ്റ് കാരണങ്ങൾ പറയാം. ലൂസിഫർ കാണുന്ന ഏതൊരാളും പ്രതീക്ഷിക്കുന്നത് ജതിൻ രാംദാസ് ഖുറേഷി എബ്രാഹിമിൻ്റെ വലങ്കൈ ആയിരിക്കുമെന്നാണ്. അങ്ങനെയൊരു പക്ക മൾട്ടി സ്റ്റാർ പടം പ്രതീക്ഷിച്ചു പോയവർക്ക് പഴങ്കഞ്ഞി കൊടുത്തു രാജുവേട്ടൻ തിരിച്ചു വിട്ടിട്ടുണ്ട്. ജതിൻ രാംദാസ് തന്നെ എമ്പുരാനിൽ പറയുന്നുണ്ട്, തനിക്കൊട്ടും താല്പര്യമില്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് തന്നെ എവിടെ നിന്നോ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കിയെന്ന്. ഇങ്ങനെയൊരു ക്രൂരത ഇതിൽ ജതിൻ രാംദാസിനോട് ചെയ്യുന്നത് ഖുറേഷി എബ്രാഹിം അല്ലേ? മാത്രമല്ല അയാളുടെ ഭരണത്തെ എവിടേക്കോ നിന്ന് നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് KA ഗ്യാങ്. ഈ ഒരു കൺസെപ്റ്റ് എമ്പുരാൻ സിനിമയിൽ ഒട്ടും കൺവിൻസിംഗ് ആയി തോന്നിയില്ല. അമേരിക്കയിൽ മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാക്കി ലാസ്റ്റ് ബോംബ് പൊട്ടിച്ച് കൊന്നുകളഞ്ഞത് എന്തിനാണെന്ന് ഇതുവരെ മനസ്സിലാകുന്നേയില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ ശുദ്ധ തെമ്മാടിത്തരം. ഇനി ലാസ്റ്റ് കൊന്നുകളഞ്ഞ് L3യുടെ ബഡ്ജറ്റ് കുറയ്ക്കാനായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.